ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ട്രിപ്പിൻ്റെ കുറച്ച് പാക്കിംഗ് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതും പിന്നെ ട്രിപ്പിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസും പിന്നെ ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫല്ല, ഇത് ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. കുറച്ച് ഹാപ്പി ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. തലേ ദിവസം വൈകുന്നേരം ചായയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കോൺ പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ പഴം ഏത്തപ്പഴം നെയ്യിൽ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നത്തെ ഒരു ട്രാവലിന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അന്ന് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതില്ലാതെ പാക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സമയം എടുത്തേനെ, ഒരുപാട് കാര്യങ്ങൾ മിസ്സായേനെ. പക്ഷേ ഈ ഒരു ട്രിപ്പിനാണെങ്കിലും ഞാൻ ലേറ്റായിട്ടാണ് പാക്ക് ചെയ്തത്. പക്ഷെ ഒന്നും തന്നെ മിസ്സായില്ല എന്ന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പാക്കിങ് കഴിയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങളിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് പാക്ക് ചെയ്യുവാണെങ്കിൽ സാധനങ്ങൾ കാറ്റഗറൈസ്ഡ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും നമ്മൾ സാധനങ്ങൾ മറന്നു പോവാതിരിക്കാനാണെങ്കിലും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതുപോലെ എളുപ്പത്തിൽ പാക്കിങ് തീർക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാത്തവരാണെങ്കിൽ മിക്കവരും ചെയ്യുന്നത് തന്നെയായിരിക്കും അല്ലേ. പിന്നെ ട്രിപ്പിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, ഒരുപാട് തുണികളൊക്കെ മടക്കാൻ പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ലിസ്റ്റൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പാക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ. അതേപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. മോളുടെ കണ്ണട ടെസ്റ്റ് ചെയ്ത് ലെൻസ് മാറിയത് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അതേപോലെ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നും അത്യാവശ്യം കാര്യങ്ങളും മരുന്നുകളും എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. എന്തായാലും ദൂരെയുള്ളൊരു സ്ഥലത്താകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സിങ് ആയിരിക്കുമല്ലോ, അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ പാക്ക് ചെയ്തൊക്കെ എടുക്കുക. പിന്നെ 1-2 ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോളും കൂടി ലുലുവിലാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയാലേ അതിൻ്റെ കറക്റ്റ് ഡ്രസ്സ് കിട്ടുള്ളൂ എന്നും പറഞ്ഞ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു, നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അങ്ങനെ തിരിച്ചെത്തി പാക്കിങ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്യൂട്ട് കേസും പിന്നെ ഒരു എക്സ്ട്രാ ബാഗുമാണ് കേട്ടോ നമ്മൾ 4 പേർ കൂടി വേണ്ടി വന്നത്. അപ്പോൾ സ്യൂട്ട് കേസിൻ്റെ ഈ ഒരു സെക്ഷനിൽ പല തരത്തിലുള്ള ബാഗുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോരോ കാറ്റഗറിയിലുള്ള ഐറ്റംസാണ് കേട്ടോ. ഞാൻ നേരത്തെ ലിസ്റ്റിൽ ഇട്ടിരുന്നില്ലേ, അതിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ കാറ്റഗറൈസ് ചെയ്തത് ഓരോരോ ബാഗുകൾ. കഴിയണതും ട്രാൻസ്പെറൻറ്റ് ബാഗ്സ് പൗച്ചസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം അവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും തന്നെ, നമ്മുടെ ക്രീംസ്, പിന്നെ അതുപോലെ ഏറ്റവും അത്യാവശ്യം എനിക്ക് തോന്നുന്നത് മെഡിസിൻസാണ്. മെഡിസിൻസ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു തലവേദന വന്നാലോ ഇനി ഒരു പനി വന്നാലോ ഒക്കെ നല്ലതാണ്. അതുപോലെ ടിഷ്യൂസ്, സാനിറ്റൈസർ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ബാൻഡേഡ്, സോഫ്രാമൈസിൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും, എൻ്റെ മോൻ്റെ കാല് പൊട്ടിയിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ സോഫ്രാമൈസിൻ ഉള്ളതുകൊണ്ട് അതപ്പം തന്നെ പുരട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ തണുത്ത സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസർ, വാസലീൻ അങ്ങനത്തെ കരുതുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ടവൽസൊക്കെ എടുക്കാൻ ചിലർക്ക് മടിയാണ്, പക്ഷേ എപ്പോഴും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ടവൽസ് ഉണ്ടാവുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു സംഭവമാണ് ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ കവേഴ്സ്, നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളില്ലേ, അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ, മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ അപ്പം നമുക്ക് ആ കവറുകളിലോട്ട് മാറ്റിയിട്ട് എടുത്തു വെക്കുവാണെങ്കിൽ തിരിച്ച് നമുക്ക് പാക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യം തോന്നിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വാഷാണ് കേട്ടോ. ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള മിക്ക റിസോർട്ടുകളിലോ ഹോട്ടലുകളിലോ ഒന്നും ഹാൻഡ് വാഷ് അധികം കണ്ടിട്ടില്ല. സോപ്പ് അവർ വെക്കാറുണ്ട്, പക്ഷേ എനിക്കിത് ഒത്തിരി യൂസ്ഫുള്ളാണ്. അതേപോലെ നമുക്ക് ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ ഫേസ് വാഷ് കയ്യിലുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറുകളെല്ലാം കൂടി ഒരു പൗച്ചിലിട്ടാൽ അതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്ന് എല്ലാം വലിച്ചു വാരി ആകെ ഒരു മെസ്സായിരിക്കും കേട്ടോ.
പിന്നെ അത്യാവശ്യത്തിന് നോട്ട്ബുക്സും പെന്നും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ കരുതുക. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ അവർ പെട്ടെന്ന് ബോറടിക്കുമല്ലോ. അപ്പോൾ ഒരു ക്രയോൺസോ എന്തെങ്കിലും ഒരു ചെറിയ ടോയ്സൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അത്യാവശ്യത്തിന് ഈറ്റബിൾസ് ഒക്കെ എടുത്തു. ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ ഇത് ട്രാവലിംഗ് ഡേ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചത്. പെട്ടെന്ന് ഇറങ്ങേണ്ട കാര്യമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുക്കിങ്ങിനൊന്നും നിന്നില്ല. പിന്നെ ഇതാ ഇങ്ങനൊരു ഫ്ലാസ്ക് വാങ്ങിയ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചൂടുള്ള വെള്ളം നമ്മുടെ കയ്യിൽ തന്നെ ഹാൻഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ പോലെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ സ്ഥലം പറഞ്ഞില്ലല്ലോ. നമ്മുടെ കൊച്ചിയിൽ നിന്നും ഒരു 2 hours നമുക്ക് എത്താവുന്ന ഒരു റിസോർട്ടാണ് ഗ്രീൻബർഗ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇടുക്കിക്ക് അടുത്ത് കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു 60 acres ലാൻഡിലുള്ള ഒരു റിസോർട്ടാണ്. മൂന്നാറിൻ്റെ അത്രയൊന്നും തണുപ്പൊന്നുമില്ല കേട്ടോ. ഒരു കൂൾ ക്ലൈമറ്റ് എന്ന് പറയാം. പകലൊക്കെ നല്ല അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കൂൾ ക്ലൈമറ്റാണ്. ഒത്തിരി നേച്ചർ ഫ്രണ്ട്ലി ആണ്. ഈ പ്രകൃതിയോട് ചേർന്നിണങ്ങി താമസിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഇത് നമ്മൾ താമസിച്ച ആ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. രാവിലെ തന്നെ അവരവിടെ ഫ്ലാസ്കിൽ ചായ വെച്ചിട്ടുണ്ടാവും. അതൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെ എല്ലാം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. ആണോ ആണോ പിന്നെ ഞാൻ തമ്മിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് സിപ്പ് ലൈൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ആദ്യമായിട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. ചെറിയൊരു ഏരിയ ആയിരുന്നു, എന്നാലും നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ദാ ഇതുപോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കുറേ ലെവൽസൊക്കെ ആയിട്ട്. അത് കുറച്ച് മുതിർന്ന കുട്ടികൾക്കേ പറ്റുള്ളൂ, പക്ഷേ മോള് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ നല്ല ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, വലിയ പ്രശ്നമില്ല. സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവളത് നന്നായിട്ട് ചെയ്തു. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു. അധികമൊന്നും ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ക്യാമ്പ് ഫയറും ഒരുപാട് പേര് വന്ന് ഡാൻസൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ അവരുടെ തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യത്തിനുള്ള പാല്, മുട്ട, അതുപോലെ ചിക്കൻ, മീൻ, ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ നമുക്ക് ആ ഒരു ഫാം കൊണ്ട് കാണിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് പശുവിനെയും കിളികളെയും റാബിറ്റ്, അതുപോലെ ആട്ടിൻകുട്ടികൾ, ഒരുപാട് നല്ല രസമല്ലേ പിള്ളേർക്ക്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനത്തെ നേച്ചർ കാണുന്നതിനേക്കാളും കുട്ടികൾക്ക് സന്തോഷമാണല്ലേ ആനിമൽസിനെയൊക്കെ കാണുക എന്ന് പറയുന്നത്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികൾ മാത്രമല്ല നമ്മളും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഭയങ്കര സന്തോഷമല്ലേ.
പിന്നെ ഇതുപോലെ ചെറിയൊരു ട്രെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അത് കയറി ചെന്നാൽ നമുക്ക് സൺസെറ്റും സൺറൈസും നല്ല രസമായിട്ട് മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്നതും താഴ്ന്നു പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അതേപോലെ സൺറൈസ് കാണാൻ വേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഗുഡ് ബൈ പറഞ്ഞു പോയ ആൾ ദാ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമാണ് നമ്മളവിടെ നിന്നത്. ഇതിപ്പോൾ ദാ മോള് കയാക്കിങ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ ബോട്ട് റൈഡിനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് പോരുന്ന ആ ഒരു ദിവസമാണ് നമ്മൾ കയാക്കിങ് ചെയ്തത്. അതുപോലെ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും നമുക്കിത് ചെയ്യുമ്പോൾ ഒരു രസമാണല്ലേ, ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ എല്ലാ റിസോർട്ട്സിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് 2 പേർക്കും സ്വിമ്മിങ് അറിയുന്നതുകൊണ്ട് കുറേ നാളായി പൂളിലൊക്കെ പോയിട്ട്. അപ്പോൾ അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ലെങ്തി ആക്കിയാൽ നിങ്ങൾക്ക് ബോറാവില്ലേ, അതുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഫെബ്രുവരി മിഡൊക്കെ ആയപ്പോൾ പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. നിങ്ങളായിട്ടും ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫും റൊട്ടീൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേയ്സ് മറക്കണ്ട, മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 2 PM. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.